നമസ്കാരം. ഷാഡോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു സഹകരണ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സംശയമാണ് ഇവിടെ നിന്നാണ് പഠനം ആരംഭിക്കേണ്ടത്. നിങ്ങൾ നിശ്ചയമായും അക്കൗണ്ടൻസിയിൽ നിന്ന് തന്നെ പഠനം ആരംഭിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് തുടർ പഠനത്തിന് വേണ്ട പല ടേംസും അക്കൗണ്ടൻസിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണ്, ഡെപ്റ്റർ ആരാണ്, ക്രെഡിറ്റർ ആരാണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്, ഷെയർ എന്താണ്, ഡിബഞ്ചർ എന്താണ്, ബാലൻസ് ഷീറ്റ് എന്താണ് മുതലായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമുക്ക് സഹകരണ ബാങ്ക് പരീക്ഷകൾക്കും സഹകരണ വകുപ്പിലേക്കും തയ്യാറെടുക്കുക സാധ്യമല്ല. അപ്പൊ എങ്ങനെയാണ് അക്കൗണ്ടൻസിയുടെ ആരംഭം? നമുക്കറിയാം, ആദ്യകാലങ്ങളിൽ മനുഷ്യൻ ഭക്ഷണം തേടിയാണ് ജീവിച്ചിരുന്നത്. ഭക്ഷണം തേടിയുള്ള യാത്രകളായിരുന്നു മനുഷ്യന്റെ ജീവിതം മുഴുവൻ. മനുഷ്യൻ ഭക്ഷണം തേടി ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ചു. എവിടെയാണോ ഭക്ഷണം കിട്ടുന്നത് ആ സ്ഥലങ്ങളെ ലക്ഷ്യമാക്കി അവൻ സഞ്ചരിക്കാൻ തുടങ്ങി. പിന്നീട് ജനസംഖ്യാ വർധനയോടുകൂടി പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങൾ മതിയാകാതെ വന്നതോടുകൂടി മനുഷ്യൻ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. പിന്നീട് കാലക്രമേണ ജീവിതം പുരോഗമിച്ചപ്പോൾ അവരവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കൊണ്ട് അവരവർക്ക് മതിയാകാതെ വന്നപ്പോൾ അവർ സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ ബാർട്ടർ സിസ്റ്റം കടന്നു വന്നു. ബാർട്ടർ സിസ്റ്റം എന്നത് ഒരു ഓൾഡ് മെത്തേഡ് ഓഫ് എക്സ്ചേഞ്ച് ആണ്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിന് പകരം ഗുഡ്സ് ആൻഡ് സർവീസ് കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ബാർട്ടർ സിസ്റ്റം. പണം കണ്ടുപിടിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ബാർട്ടർ സിസ്റ്റം നിലനിന്നിരുന്നു. എന്നിരുന്നാലും ബാർട്ടർ സിസ്റ്റത്തിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതായത് രണ്ട് ആവശ്യക്കാർ ഉണ്ടായിരിക്കുകയും അവർ പരസ്പരം മീറ്റ് ചെയ്യുകയും അവർ സാധനങ്ങൾ കൈമാറ്റം ചെയ്യാൻ സന്നദ്ധരുമാണെങ്കിൽ മാത്രമേ ബാർട്ടർ സിസ്റ്റം പ്രവർത്തിക്കുമായിരുന്നുള്ളൂ. കൂടാതെ അവിടെ ഒരു കോമൺ മെഷർ ഓഫ് വാല്യൂ ഉണ്ടായിരുന്നില്ല. അതായത് വസ്തുക്കൾക്ക് മൂല്യം നിശ്ചയിക്കപ്പെട്ടിരുന്നില്ല. രണ്ട് വസ്തുക്കൾ കൈമാറ്റം ചെയ്യുമ്പോൾ അവയുടെ മൂല്യത്തെ സംബന്ധിച്ച് തർക്കസാധ്യത കൂടുതലായിരുന്നു. കൂടാതെ ഡിഫേർഡ് പേയ്മെന്റുകൾ സാധ്യമായിരുന്നില്ല. അതായത് ക്രെഡിറ്റ് ട്രാൻസാക്ഷനുകൾ ബാർട്ടർ സിസ്റ്റത്തിൽ സാധ്യമാകുമായിരുന്നില്ല. ഇനി അഥവാ ക്രെഡിറ്റ് ട്രാൻസാക്ഷനുകൾ നടത്തിയാലും അവിടെ തർക്കസാധ്യത കൂടുതലായിരുന്നു. അതായത് പിന്നീട് കൈമാറ്റം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളുടെ മൂല്യം കുറയാം. അപ്പോൾ തർക്കസാധ്യത അവിടെ കൂടുതലായിരുന്നു. കൂടാതെ സമ്പത്തെ ശേഖരിച്ചു വയ്ക്കുക എന്നതും ബാർട്ടർ സിസ്റ്റത്തിൽ അസാധ്യമായിരുന്നു. കൂടുതലും ഡ്യൂറബിൾ ഗുഡ്സ് ആണ് ബാർട്ടർ സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് സമ്പത്ത് എന്ന രീതിയിൽ ഇത് ശേഖരിച്ചു വയ്ക്കുക എന്നതും അസാധ്യമായിരുന്നു. ബാർട്ടർ സിസ്റ്റത്തിന് ഒരുപാട് ന്യൂനതകൾ ഉണ്ടായിരുന്നത് മൂലം പിൽക്കാലത്ത് ഇതിന് പകരം ഒരു സമ്പ്രദായത്തെ കുറിച്ച് ആലോചിച്ചു തുടങ്ങി. അങ്ങനെ പണം കടന്നു വന്നു. സാധനങ്ങളുടെ കൈമാറ്റം പണത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്താൻ തുടങ്ങി. ആദ്യകാലങ്ങളിൽ മെറ്റൽ ഒബ്ജക്ട്സ് ആണ് പണമായി ഉപയോഗിച്ചിരുന്നത്. വോൾക്കറുടെ അഭിപ്രായത്തിൽ പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം. പിന്നീട് എല്ലാ കൈമാറ്റങ്ങളും പണത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്താൻ തുടങ്ങി. ഇങ്ങനെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ നടത്തുന്ന ഫിനാൻഷ്യൽ ആക്ഷനെയാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസാക്ഷനുകൾ രണ്ട് തരത്തിലുണ്ട്: ക്യാഷ് ട്രാൻസാക്ഷനുകളും ക്രെഡിറ്റ് ട്രാൻസാക്ഷനുകളും. ക്യാഷ് ട്രാൻസാക്ഷൻ എന്നാൽ ഒരു ട്രാൻസാക്ഷനെ പെട്ടെന്നുള്ള ക്യാഷ് റെസീറ്റ് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ക്യാഷ് പേയ്മെന്റ് എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ട്രാൻസാക്ഷനുകളെ ക്യാഷ് ട്രാൻസാക്ഷൻ എന്നും, ഒരു ട്രാൻസാക്ഷന്റെ റെസീറ്റ് അല്ലെങ്കിൽ പേയ്മെന്റ് ഒരു ഫ്യൂച്ചർ ഡേറ്റിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അവയെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നും പറയുന്നു. ക്രെഡിറ്റ് ട്രാൻസാക്ഷനുകൾ മണി വർത്ത് ട്രാൻസാക്ഷനുകൾ എന്നും അറിയപ്പെടുന്നു. ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷനുകൾ ഒരു ബിസിനസിന്റെ റിസോഴ്സിനെ ഇഫക്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷനുകളാണെങ്കിൽ അവയെ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നു. ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ട്രാൻസാക്ഷനുകൾ നടക്കുന്നതിനാൽ അവയെ രേഖപ്പെടുത്തി വയ്ക്കേണ്ടത് ആവശ്യമായി വന്നു. ഇത്തരത്തിൽ ഒരു ബിസിനസിനെ ബാധിക്കുന്ന ട്രാൻസാക്ഷനുകളെ ഒരു ബുക്കിൽ രേഖപ്പെടുത്തി വയ്ക്കുന്ന പ്രോസസ്സിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ബുക്ക് കീപ്പിംഗ് എന്നാൽ ആ ടേമിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. അതായത് ട്രാൻസാക്ഷനുകളെ ബുക്കിൽ രേഖപ്പെടുത്തുന്നു. ബുക്ക് കീപ്പേഴ്സ് ട്രാൻസാക്ഷനുകളെ ക്രോണോളജിക്കൽ ഓർഡറിൽ, അതായത് ഡേ ടു ഡേ ഓർഡറിലാണ് ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. അതേസമയം അക്കൗണ്ടിംഗ് എന്നാൽ ട്രാൻസാക്ഷനുകളെ റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, അവയുടെ സമ്മറി എന്താണോ അത് രേഖപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങൾ അക്കൗണ്ടിങ്ങിൽ ഉൾപ്പെടുന്നുണ്ട്. ബുക്ക് കീപ്പിംഗും അക്കൗണ്ടിങ്ങും തമ്മിൽ നിരവധി വ്യത്യാസങ്ങളുണ്ട്. ബുക്ക് കീപ്പിംഗ് എന്നാൽ ട്രാൻസാക്ഷനുകളെ റെക്കോർഡ് ചെയ്യുക എന്ന പ്രോസസ്സ് മാത്രമേ അതിൽ ഉൾപ്പെടുന്നുള്ളൂ. അതേസമയം അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷനുകളുടെ സമ്മറി എന്താണോ, അതായത് ആ ബിസിനസിന്റെ സമ്മറി എന്താണ് എന്ന അക്കൗണ്ടിങ്ങിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. ബുക്ക് കീപ്പിംഗ് എന്നത് റുട്ടീൻ ആൻഡ് ക്ലറിക്കൽ ആണ്. അത്
ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ജോലിയാണ് ബുക്ക് കീപ്പിംഗ്. അതേസമയം അക്കൗണ്ടിംഗ് എന്നതിന് ഹയർ ലെവൽ ഓഫ് നോളജ് ആവശ്യമാണ്. ബുക്ക് കീപ്പിംഗ് ബേസിക് അക്കൗണ്ടിംഗ് കൺസെപ്റ്റുകളുടെയും കൺവെൻഷനുകളുടെ അടിസ്ഥാനത്തിലാണ് നടത്തപ്പെടുന്നത്. അതേസമയം അക്കൗണ്ടിങ്ങിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഫേമുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതായത് ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പോലെയല്ല ഒരു നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കനുസരിച്ച് ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ ബുക്ക് കീപ്പിംഗിന്റെ ഭാഗമല്ല. അതേസമയം ബുക്ക് കീപ്പിംഗ് റെക്കോർഡ്സിൽ നിന്നാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ അക്കൗണ്ടിങ്ങിൽ തയ്യാറാക്കുന്നത്. ബുക്ക് കീപ്പിംഗിൽ ഫിനാൻഷ്യൽ പൊസിഷൻ കണക്കാക്കാനാവില്ല. അതേസമയം അക്കൗണ്ടിങ്ങിൽ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണോ അത് കണക്കാക്കാൻ സാധിക്കും. ബുക്ക് കീപ്പിംഗിന് രണ്ട് രീതികളുണ്ട്. ഒന്ന് സിംഗിൾ എൻട്രി സിസ്റ്റം, രണ്ട് ഡബിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റം എന്നത് ഒരു ഇൻകംപ്ലീറ്റ് സിസ്റ്റമാണ്. അതായത് അതൊരു പൂർണ്ണമായ സിസ്റ്റം അല്ല. ഇടപാടിന്റെ ഒരു വശം മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ. ഏതൊരു ട്രാൻസാക്ഷനും രണ്ട് വശങ്ങളുണ്ട്. അതായത് ഒന്ന് കൊടുക്കുമ്പോൾ ഒന്ന് വാങ്ങുന്നു. നമ്മൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങുമ്പോൾ അവിടെ ക്യാഷ് കൊടുക്കുന്നു, സാധനം വാങ്ങുന്നു. അവിടെ ഒറ്റ ട്രാൻസാക്ഷന് രണ്ട് ഇടപാടുകൾ നടന്നിട്ടുണ്ട്. സിംഗിൾ എൻട്രി സിസ്റ്റം ഇടപാടിന്റെ ഒരു വശം മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ. ഇതിന് പ്രത്യേകിച്ച് അക്കൗണ്ടിംഗ് നോളജ് ഒന്നും തന്നെ ആവശ്യമില്ല. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ക്യാഷ് ബുക്കും പേഴ്സണൽ അക്കൗണ്ടും മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. റിയൽ അക്കൗണ്ടുകളും നോമിനൽ അക്കൗണ്ടുകളും സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്നില്ല. ഇതൊരു ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് അല്ല. ഇതിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നില്ല. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നില്ല. സാധാരണയായി സിംഗിൾ എൻട്രി സിസ്റ്റം സ്മോൾ ഫേംസ്, സോൾ ട്രേഡേഴ്സ്, പാർട്ണർഷിപ്പ് ഫേംസ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഇവിടങ്ങളിലാണ് പിന്തുടരാറുള്ളത്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളിൽ പിന്തുടരുന്നില്ല. ഇതൊരു അൺസിസ്റ്റമാറ്റിക് സ്റ്റൈൽ ഓഫ് അക്കൗണ്ടിംഗ് ആണ്. ആരംഭത്തിലെയും അവസാനത്തിലെയും ക്യാപിറ്റൽ കമ്പയർ ചെയ്താണ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അക്കൗണ്ടിൽ നിന്നുമാണ് ക്രെഡിറ്റ് സെയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ നിന്നുമാണ് ക്രെഡിറ്റ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് അല്ലെങ്കിൽ കൺവേർഷൻ മെത്തേഡിലൂടെയാണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്നും അറിയപ്പെടുന്നു. അതായത് ആരംഭത്തിലെയും അവസാനത്തിലെയും ക്യാപിറ്റലുകളെ തമ്മിൽ കമ്പയർ ചെയ്താണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണക്കാക്കുന്നത്. സിംഗിൾ എൻട്രിക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്, രണ്ട് കൺവേർഷൻ മെത്തേഡ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രകാരം ക്ലോസിംഗ് ക്യാപിറ്റലിനോടുകൂടി ഡ്രോയിങ്സ് ആഡ് ചെയ്ത് അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്ത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്ത് കഴിയുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്താണോ അത് ലഭിക്കുന്നു. അതേസമയം കൺവേർഷൻ മെത്തേഡിൽ സിംഗിൾ എൻട്രിയെ ഡബിൾ എൻട്രി ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യം ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കുന്നു. അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ തയ്യാറാക്കുന്നു. കൺവേർഷൻ മെത്തേഡിൽ സിംഗിൾ എൻട്രിയെ ഡബിൾ എൻട്രി ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ആദ്യം ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ തയ്യാറാക്കുന്നു. പിന്നീട് മറ്റ് അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നു. ക്രെഡിറ്റ് സെയിൽസിൽ നിന്നും ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റ് പർച്ചേസിൽ നിന്നും ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും തയ്യാറാക്കുന്നു. ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോൾ ഡെപ്റ്റേഴ്സ് ആണ് ഉണ്ടാവുന്നത്. അതായത് കടക്കാരാണ് അവിടെ ഉണ്ടാവുന്നത്. അതേസമയം ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുമ്പോൾ അതായത് കടത്തിന് വാങ്ങുമ്പോൾ അവിടെ ക്രെഡിറ്റേഴ്സ് ആണ് ഉണ്ടാവുന്നത്. അതായത് കടം നൽകിയ ആൾക്കാരാണ് അവിടെ ഉണ്ടാവുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ടോട്ടൽ സെയിൽസ് ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസിൽ നിന്നും തയ്യാറാക്കുന്നു. ടോട്ടൽ പർച്ചേസ് ക്യാഷ് പർച്ചേസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസിൽ നിന്നും തയ്യാറാക്കുന്നു. നാലാമത്തെ സ്റ്റെപ്പില് ഫൈനൽ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നു. അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നു. അതേസമയം ഡബിൾ എൻട്രി സിസ്റ്റം എന്നത് കംപ്ലീറ്റ് സിസ്റ്റം ആണ്. ഇടപാടിന്റെ രണ്ട് വശങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ അക്കൗണ്ടുകൾ തയ്യാറാക്കണമെങ്കിൽ അക്കൗണ്ടിംഗ് നോളജ് ആവശ്യമാണ്. ഇവിടെ റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും തയ്യാറാക്കുന്നു. ഇതൊരു കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് ആണ്. ഇവിടെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. കമ്പനികളിലാണ് സാധാരണയായി ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ഇതൊരു സിസ്റ്റമാറ്റിക് സ്റ്റൈൽ ഓഫ് അക്കൗണ്ടിംഗ് ആണ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാക്കിയത് എന്നറിയാനായി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു.
ഡബിൾ എൻട്രി സിസ്റ്റത്തിലെ ബാലൻസ് ഷീറ്റ് ഏത് ഡേറ്റിൽ വേണമെങ്കിലും തയ്യാറാക്കാം. ഫ്രോഡുകൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഈ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്നും അക്കൗണ്ടിംഗ് ഈക്വലന്റ് കൺസെപ്റ്റ് എന്നും ഇത് അറിയപ്പെടുന്നു. കൂട്ടുകാരെ, അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.